ലളിതമായ നടപടിക്രമങ്ങളോടെ വിദേശ രാജ്യങ്ങളിലെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നേടാം. ഡോക്യുമെന്റേഷൻ ചാർജോ രജിസ്ട്രേഷൻ ഫീസോ ഇല്ലാതെ. വൈസ്മാൻ ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി. എൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ അൺസ്കിൽഡ് വർക്ക് വിസ ഉണ്ടോ, നിങ്ങൾ അൺസ്കിൽഡ് വർക്ക് വിസ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ അവരോട് തിരിച്ചൊരു ചോദ്യമാണ് ചോദിക്കാറ്. ഈ അൺസ്കിൽഡ് എന്ന് പറഞ്ഞ വാക്ക് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കാരണം അൺസ്കിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കില്ലില്ലാത്ത ഒരാളെന്നാണ്. ഒരു സ്കില്ലില്ലാത്ത ഒരാളെ എന്തിന് ഒരു രാജ്യം അവരുടെ രാജ്യത്ത് കൊണ്ടുവന്ന് അവിടെ ഒരു ജോലി കൊടുക്കണം എന്നുള്ള നമ്മുടെ കോമൺ സെൻസ് വെച്ചൊന്ന് ചിന്തിച്ച് നോക്കുക. കാരണം അൺസ്കിൽഡ് എന്ന് പറയുമ്പോൾ ഒരു സ്കില്ലില്ലാത്ത ഒരാളാണ്. ഒരു സ്കില്ലില്ലാത്ത ആളെ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ഒരു പണി ചെയ്യാൻ നിങ്ങൾ കൊടുക്കുമോ? അപ്പോൾ ഇത്രയും പ്രൊസീജിയേഴ്സ് കടന്ന് ഒരു സ്കില്ലില്ലാത്ത ഒരാളെ ഒരു രാജ്യത്ത് കൊണ്ടുവന്ന് അവിടെ ഒരു വർക്ക് വിസയ്ക്ക് ഒരു കമ്പനി ചേർക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ യുക്തിപരമായ രീതിയിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഈ അൺസ്കിൽഡ് കാറ്റഗറി വിസ, ഞാൻ ഇതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അൺസ്കിൽഡ് വർക്ക് വിസ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. ഓരോ രാജ്യങ്ങളിലും അവരുടേതായ ഓരോ കാറ്റഗറി ഉണ്ട് വിസയ്ക്ക്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ UK പറയണം, ഏറ്റവും സിമ്പിൾ ആണെങ്കിൽ ടയർ 1 to ടയർ 6 കാറ്റഗറിയിലാണ് വിസ ഉള്ളത്. ടയർ 1 വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്ലോമാറ്റിക് വിസയാണ്. ടയർ 2 വിസ എന്ന് പറഞ്ഞാൽ വർക്ക് വിസയാണ്. ഇനി ടയർ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പററി വർക്ക് വിസാസ് ആണ്. ഇനി ടയർ 4 എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റ് വിസയാണ്. 5 വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊബിലിറ്റി പ്രോഗ്രാം പോലെയുള്ള ഷോർട്ട് ടേം വിസയ്ക്ക് വരുന്നതാണ്. അപ്പോൾ ഇത് എല്ലാ രാജ്യങ്ങളിലും ഇപ്പോൾ US H1B H2 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല കാറ്റഗറിയാണ് വിസ ഉള്ളത്. ഇതിൽ ഏത് കാറ്റഗറിയിലാണ് അൺസ്കിൽഡ് ആയിട്ടുള്ള വിസ വരുന്നത് എന്ന് ഇന്നവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുമ്പോൾ ഞാൻ അവരോട് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഏത് കാറ്റഗറിയിലാണ് ഈ നിങ്ങളുടെ അൺസ്കിൽഡ് എന്ന് പറയുന്ന സംഭവം വരുന്നത്? അത് എല്ലാ രാജ്യങ്ങളിലും അവരുടേതായ ഓരോ വിസയ്ക്കും അവർ നമ്പർ കൊടുത്ത് കൃത്യമായി ആ നമ്പേഴ്സിൽ ഉള്ള പ്രൊഫഷന് വേണ്ട റിക്വയർമെൻറ്റും ജോബ് റോളും എന്തൊക്കെയാണെന്ന് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ജോബ് റോളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വിസ സ്കിൽഡ് വിസ ആണല്ലോ. ഇപ്പൊ ചിലവരുടെ അടുത്ത് ചോദിക്കാറുണ്ട് ഡ്രൈവറിന്റെ വേക്കൻസി ഉണ്ടോ. അതേപോലെ പണ്ടേ മുതൽ നമ്മുടെ നാട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു നുണക്കഥയാണ്, അവിടെ ഫാമിൽ ആപ്പിൾ പറിക്കാൻ പോണതും മറ്റേ ചെറി പറിക്കാൻ പോണതും സ്ട്രോബെറി പറിക്കാൻ പോണതും. ഈ ഫാമിൽ സ്ട്രോബെറി പറിക്കാൻ വേണ്ടി പോണ ഒരാളെ എന്തിനാണ് ഇത്രയും വലിയ ഹ്യൂജ് എമൗണ്ട് കൊടുത്ത് നമ്മൾ അവിടെ കൊണ്ടുപോകണം? നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്ക്. അവിടെ അത്രയ്ക്കും ഷോർട്ടേജ് ആണോ അവിടെ ഒരു ഫാമിലി? അതും ഏറ്റവും മോഡേൺ ആയിട്ടുള്ള എല്ലാ ടെക്നോളജിയും യൂസ് ചെയ്യുന്ന ഒരു രാജ്യത്ത് നിങ്ങൾക്ക് തന്നെ വീഡിയോസ് പലതും കാണാൻ പറ്റും. ഫാമിൽ അവരെങ്ങനെ ഹാർവെസ്റ്റ് ചെയ്യണമെന്നും സീഡ് പ്ലാന്റ് ചെയ്യണമെന്നും ഉള്ള കാര്യങ്ങളൊക്കെ അവിടെ 1-2 വ്യക്തിയെ കൊണ്ട് തന്നെ മാനേജ് ചെയ്യാവുന്ന ടോട്ടൽ ആവശ്യങ്ങളെ അവിടെ ഉള്ളൂ. അവിടുത്തെ ടോട്ടൽ ഫാം ലാൻഡിൽ അവിടെ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും മോഡേൺ എക്യുപ്മെൻറ്റ്സ് അവിടെ ഒരു 3-4 ഒരു ഫാമിലിയിലെ ഒരു മെമ്പേഴ്സിന് മാത്രം നടത്താവുന്ന കാര്യങ്ങളിലുള്ളൂ. ഹെക്ടർ കണക്കിന് ഭൂമിയിൽ അവർ കൃഷി ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഗൂഗിൾ ചെയ്ത് നോക്കിയാലും യൂട്യൂബിലൊക്കെ ഇതിൻ്റെ പല വീഡിയോസും കാണാൻ പറ്റും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ആപ്പിൾ പറിക്കാനും ഇതിനൊക്കെ വിസ അടിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് തന്നെ അതൊരു അൺസ്കിൽഡ് വിസയാണെന്ന് വിശ്വസിക്കുന്നതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം. വിസ ഉണ്ട്, അഗ്രികൾച്ചറിന് വിസ സ്റ്റാമ്പ് ചെയ്യാറുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അഗ്രികൾച്ചറിന് വിസ സ്റ്റാമ്പ് ചെയ്യാറുണ്ട്. പക്ഷേ അത് എപ്പോഴും ഒരു ഷോർട്ട് ടൈം വിസ ആയിരിക്കും. ഒരു 6 മാസത്തെയോ അല്ലെങ്കിൽ മാക്സിമം പോയാൽ ഒരു വർഷത്തിനുള്ളിൽ നിൽക്കാവുന്ന ഷോർട്ട് ടൈം വിസകൾ ഇങ്ങനെയുള്ള പല രാജ്യങ്ങളിൽ സ്റ്റാമ്പ് ചെയ്യുന്നുണ്ട്. അത് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ഒരു വിസ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര എളുപ്പമായിട്ട് കിട്ടാവുന്ന ഒരു കാര്യമല്ല. അത് അൺസ്കിൽഡ് കാറ്റഗറി വിസയിൽ പെട്ട ഒരു കാര്യമല്ല. അതൊരു സ്കിൽഡ് കാറ്റഗറിയിലാണ് ആ വിസയും വരുന്നത്. ഇതിൽ മെയിൻ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവിടെ ലേബർ ഷോർട്ടേജ് ഉണ്ട്. പക്ഷെ അവർക്ക് ടോട്ടൽ ലോങ് ടൈമിൽ അവർക്ക് ഒരാൾ ആവശ്യമില്ല. അവർക്ക് ഒന്നല്ലെങ്കിൽ ഇതിൻ്റെ സീഡിങ് ചെയ്യുന്ന സമയത്ത് ഫാമിംഗ് തുടങ്ങുന്ന സമയത്ത് തൊട്ട് അത് ഹാർവസ്റ്റ് തീരണ വരെയുള്ള ഒരു ആവശ്യമേ അവർക്ക് ഈ നാട്ടിലുണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് ഫുൾ ടൈം സ്പോൺസർഷിപ്പ് കൊടുത്ത് ഒരാളെ മറ്റൊരു രാജ്യത്ത് നിന്ന് അവിടെ കൊണ്ടുവന്ന് നിർത്തേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഒരാളെ അവിടെ കൊണ്ടുവന്നാൽ ആ ആൾക്ക് ഇതിനെക്കുറിച്ച് അറിയണ്ടേ? നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഒരു പണിയില്ലാതെ നടക്കുന്ന ഒരാളെ ഫാർമറായിട്ട് അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ എന്താണ് പ്രൊഡക്റ്റീവായിട്ട് ഇവർക്ക് ചെയ്തു കൊടുക്കാൻ പോകുന്നത്? ഇവരെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ അത് മാത്രമല്ല, ഇപ്പം നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കുരുമുളകോ ജാതിക്കയോ കൃഷി ചെയ്യുന്ന പോലെയാണോ അവിടെ പോയിട്ട് ഇന്നേ വരെ നമ്മുടെ നാട്ടിൽ ശീലമില്ലാത്ത പാഡി മറ്റേ വീറ്റ് ഫീൽഡിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള കൃഷിയിടങ്ങളിൽ പോയിട്ട് ഇവർ ചെയ്യുന്ന ജോലി രണ്ടായിരിക്കില്ല. അപ്പോൾ ഫാം ലാൻഡിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾക്ക് ഫാം ലാൻഡിലേക്ക് അവിടെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അൺസ്കിൽഡ് വിസ അടിക്കും എന്ന് പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് തന്നെ തെറ്റായിട്ടൊരു കാര്യമാണ്. ഉണ്ട് ഇപ്പോൾ ഓയിൽ ആൻഡ് റിഗ് അല്ലെങ്കിൽ ഈവൻ കൃഷി, അതേപോലെ ചില സമ്മർ ടൈമിൽ അവിടെ ഈവൻറ്റ്സ് നടക്കുമ്പോൾ, പ്രത്യേകിച്ച് ഹോസ്പിറ്റാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഈവൻറ്റ്സ് നടക്കുമ്പോഴൊക്കെ
ഷോർട്ട് ടൈം ടെമ്പററി വിസാസ് ഈ രാജ്യങ്ങൾ പലപ്പോഴും സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. അത് ഒരിക്കലും ഇവർ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഒരു ലോങ് ടൈം അവിടെ പോയി നിൽക്കാനൊന്നുമല്ല. നിങ്ങൾക്ക് ആ ഒരു ഇവൻ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ അതിൽ പോയി പങ്കെടുത്ത് നിങ്ങൾക്ക് ആ ഒരു ഷോർട്ട് ടൈം ആ വിസ കഴിയുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചു വരാവുന്ന രീതിയിലാണ് അത് ചെയ്യുന്നത്. പലപ്പോഴും ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ തന്നെയാണ് അതിലും വിളിക്കുന്നത്. അപ്പോൾ അതൊരു അൺസ്കിൽഡ് കാറ്റഗറി വിസ എന്ന് അപ്പോഴും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അൺസ്കിൽഡ് കാറ്റഗറി അല്ലെങ്കിൽ അൺസ്കിൽഡ് വിസ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. പലപ്പോഴും പലരും ചോദിക്കുന്നുണ്ട് ട്രക്ക് ഡ്രൈവേഴ്സിന് വേക്കൻസി ഉണ്ടെന്ന്. അതും പഴയൊരു കഥയാണ്. കാനഡയിൽ ട്രക്ക് ഡ്രൈവേഴ്സിന് ഇഷ്ടം പോലെ പണിയുണ്ട്. അതുപോലെ മെയ്സൺ പണി അങ്ങനെയുള്ളവർക്കൊക്കെ ഒരുപാട് വേക്കൻസി, കാർപ്പൻറ്ററിൻ്റെ ഇതിനൊക്കെ കാനഡയിൽ ഇഷ്ടംപോലെ വേക്കൻസീസ് ആണ്. അങ്ങനെയുള്ളതിനൊക്കെ ആൾക്കാർ എടുക്കുന്നു എന്നൊക്കെ ഉള്ളത്. നമ്മളുടെ നാട്ടിൽ ഒരാൾക്ക് ഇവിടുത്തെ ലൈസൻസും കാര്യങ്ങളും അത് എടുത്തതിന് ശേഷം ഹെവി ഡ്യൂട്ടി ലൈസൻസ് ഒക്കെ എടുത്തത് എക്സ്പീരിയൻസ് ആയതിന് ശേഷം മാത്രമേ നമ്മുടെ നാട്ടിൽ തന്നെ ഒരാൾക്ക് വണ്ടി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കാനഡയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് നിങ്ങളവിടെ ചെന്ന് നിങ്ങൾ അവിടുത്തെ ലൈസൻസ് എടുത്ത് ഹെവി ലൈസൻസ് എടുത്ത് നിങ്ങൾക്ക് അവിടെ എന്തൊക്കെയോ ഭയങ്കര ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നതാണ്. കാരണം അങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ ആ രാജ്യത്തുള്ള ആ രാജ്യത്ത് PR അല്ലെങ്കിൽ ആ രാജ്യത്ത് സിറ്റിസൺഷിപ്പോ ഉള്ള ഒരാളാണ്. നിങ്ങളവിടെ നിന്ന് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു, നിങ്ങൾക്ക് അവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ പരിചയമായി, അതിനുശേഷം നിങ്ങൾ ഹെവി ഡ്യൂട്ടിയുടെ ലൈസൻസ് ഒക്കെ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെയുള്ള ജോലിക്ക് അപ്ലൈ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നടക്കും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോവാതിരിക്കുക. അൺസ്കിൽഡ് കാറ്റഗറി എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഇല്ല, എല്ലാം സ്കിൽഡ് കാറ്റഗറിയാണ്. സ്കില്ല് ഉള്ളവർക്ക് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരാൾക്ക് ജോലി അറിയാം, പക്ഷെ അയാൾ അത്ര ഹൈലി ക്വാളിഫൈഡ് ഒന്നും ആയിരിക്കില്ല. ചിലപ്പോൾ അയാൾക്ക് ആ ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കും. അയാൾക്ക് പക്ഷെ പറയത്തക്ക ഒരു ഡിഗ്രിയോ ക്വാളിഫിക്കേഷനോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയായിരിക്കും. പക്ഷെ ആ ആളുടെ അത്ര നല്ല എക്സ്പീരിയൻസും അയാളുടെ ആ ഒരു സ്കില്ലും കൊണ്ട് ചിലപ്പോൾ അവരെ ഈ പറഞ്ഞ പോലത്തെയുള്ള ടെമ്പററി വർക്ക് വിസയ്ക്ക് പലപ്പോഴും ഈ രാജ്യങ്ങളിലേക്ക് എടുക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഓയിൽ റിഗ് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ നമ്മൾ തന്നെ പലപ്പോഴും മിഡിൽ ഈസ്റ്റിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇവിടെ നിന്ന് ഒരു 4-5 മാസം അല്ലെങ്കിൽ ചിലപ്പോൾ 6-7 മാസമൊക്കെ അവരോട് പോയി നിന്നിട്ട് അത് കഴിയുമ്പോൾ ഒരു ലോങ് ടൈം വെക്കേഷനിൽ തന്നെ കണ്ടിട്ടില്ല. അപ്പം അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വിസയാണ്. നമ്മുടെ നാട്ടിൽ മറ്റുള്ള ഗൾഫ് കൺട്രീസിൽ സ്റ്റാമ്പ് ചെയ്യണ വിസ പോലെയല്ല, ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടൊരു വിസയാണ്. അങ്ങനെയുള്ള വിസകൾ അവിടെയും സ്റ്റാമ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലേക്കുള്ള നമ്മൾക്ക് ഇപ്പം മിഡിൽ ഈസ്റ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരുപാട് പേർക്ക് ഒരു കമ്പനിയിൽ തന്നെ കിട്ടുമായിരിക്കാം. പക്ഷെ അത്രയും നമ്പേഴ്സ് വോളിയം ഒരിക്കലും ഇതുപോലുള്ള കൺട്രീസിൽ കിട്ടാറില്ല എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. അപ്പം ശ്രദ്ധിക്കുക, ഈ അൺസ്കിൽഡ് അല്ലെങ്കിൽ ഡ്രൈവർ ആപ്പിൾ പറിക്കാൻ പോക്ക്, പിന്നെ അതേപോലെ എന്താ പറയുക മറ്റേ ആടിനെ മേയ്ക്കാൻ പോക്ക്, പശുവിനെ മേയ്ക്കാൻ പോക്ക്, ഇതൊക്കെ ജസ്റ്റ് ഒരു ഫിക്ഷനാണ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ആ രാജ്യത്തേക്ക് എത്തണം എന്നുള്ള നിങ്ങളുടെ ആഗ്രഹത്തിന് ഒരു ബൂസ്റ്റ് എന്ന പോലെയാണ് നിങ്ങൾ ഇങ്ങനെയുള്ള കഥകളൊക്കെ കേൾക്കുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള കഥകൾ സത്യമല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വാസ്തവം. അൺസ്കിൽഡ് കാറ്റഗറി എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഇല്ല, സ്കിൽഡ് കാറ്റഗറിയേ ഉള്ളൂ. ഇനി ആ സ്കിൽഡിൽ തന്നെ അവർ പല സ്പെസിഫിക്കേഷനും പല സാലറി ലിമിറ്റും പല എക്സ്പീരിയൻസും പല കാര്യങ്ങളും അവരിതിൽ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള വ്യാജ വാർത്തകളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വ്യാജ പ്രചരണങ്ങളുടെ പുറകെ പോകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് അങ്ങനെയുള്ള രാജ്യത്ത് പോയി സെറ്റിലാവാൻ നിങ്ങൾക്ക് അതിയായ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അതിനേക്കുള്ള സ്കിൽസും കാര്യങ്ങളും ഗെയിൻ ചെയ്തതിന് അതിനുശേഷം നിങ്ങൾ ട്രൈ ചെയ്യുക. റൈറ്റ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ചിലപ്പോൾ ഇങ്ങനെയുള്ള കമ്പനീസൊക്കെ നിങ്ങൾക്ക് ഹയർ ചെയ്യാനും പോകാനും ആ രാജ്യം ഒന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്യാനും അത്യാവശ്യം കുറച്ച് കാശൊക്കെ ഏൺ ചെയ്യാനും പറ്റും. ടെമ്പററി വർക്ക് വിസകൾ ഒരുപാട് നടക്കാറുണ്ട്. അതിന് കറക്റ്റ് സീസണും കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ അവിടെയുള്ള റിക്വയർമെൻറ്റ് എന്താണ് കാര്യങ്ങളൊക്കെ എന്നുള്ളത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ചെയ്തു കൊടുക്കുന്ന ഒരുപാട് ഏജൻസീസും ഉണ്ട്. ഇതിനൊന്നും നിങ്ങൾ വലിയൊരു എമൗണ്ട് കയ്യിൽ നിന്ന് ഇടരുത്. ഞാനിത് പറഞ്ഞൊന്നും പറഞ്ഞിട്ട് ഞാനിത് പറഞ്ഞതുകൊണ്ട് ഇനി അങ്ങനെയുള്ളൊരു കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഏജൻസി ചെയ്യണമെന്നും പറഞ്ഞ് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങളായിട്ടുള്ള പേഴ്സണലായിട്ട് ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. ഈ പലപ്പോഴും പുറം രാജ്യങ്ങൾ ബേസ് ചെയ്തിട്ട് ഇതുപോലെ ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഇതുപോലത്തെ ടെമ്പററി വർക്ക് വിസയൊക്കെ ചെയ്ത് കൊടുക്കുന്ന കമ്പനീസ് ഒരുപാടുണ്ട്, ഹയർ ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. അത് ഓൾമോസ്റ്റ് എല്ലാം ഫ്രീ ആയിട്ട് തന്നെയാണ് അവർ ചെയ്ത് കൊടുക്കുന്നത്. അതിനവർ വേറെ കാശോ കാര്യങ്ങളൊന്നും മേടിക്കാറില്ല. അപ്പം അങ്ങനെയുള്ളത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കോ. അല്ലാതെ നിങ്ങൾക്ക് ടോട്ടലി നിങ്ങൾക്ക് അങ്ങനെ ഒരു അൺസ്കിൽഡ് കാറ്റഗറിയിൽ അവിടെ പോയി ഒരു ഡ്രൈവർ ആവാം, അല്ലെങ്കിൽ കാർപ്പൻറ്റർ ആവാം, മേസൺ വർക്കിന് പോവാം, ഇലക്ട്രീഷ്യൻ ആവാം എന്നൊക്കെ വിചാരിക്കുന്നത് തെറ്റിദ്ധാരണയാണ്. അങ്ങനെ പറയുന്ന ആളുകൾക്ക് നിങ്ങൾ കാശ് കൊടുത്ത് നിങ്ങൾ ഒരു വലിയ ട്രാപ്പിൽ പോയി പെടാതിരിക്കുക. സ്റ്റുഡൻറ്റ് വിസ നോക്കുന്ന ആളുകളാണെങ്കിൽ കോൺടാക്ട് ഫോർ മോർ ഡീറ്റെയിൽസ്. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് തരിക, സബ്സ്ക്രൈബ് ചെയ്യുക.